PUT, put. ഈ പുട്ട് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം എന്താണ്? പുട്ട്. വെർബ് തേർഡ് ഫോം അതും പുട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ വെർബ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, മൂന്ന് ഫോംസും എന്താണ്? സ്പെല്ലിംഗ് സെയിം ആണ്. അതുപോലെ തന്നെയാണ് കട്ട്, CUT കട്ട്, അതിന്റെ സെക്കൻഡ് ഫോം, തേർഡ് ഫോം എല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ സെന്റൻസിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇത് ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ എന്നുള്ളത്? ഹായ് ഫ്രണ്ട്സ്, പലർക്കും സംശയമുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അതാണ് കൺഫ്യൂസ്ഡ് വേർഡ്സ്. എന്താണ് കൺഫ്യൂസ്ഡ് വേർഡ്സ്? ഞാനൊരു ഉദാഹരണം പറയാണ്. നമുക്കറിയാം ഗോ, അല്ലേ? ഗോ എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം എന്താണ്? വെന്റ്. തേർഡ് ഫോം എന്താണ്? ഗോൺ. ഈ മൂന്ന് ഫോംസും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഗോ പ്രസന്റ് ആണ്, വെന്റ് പാസ്റ്റ് ആണ്, ഗോൺ പെർഫെക്റ്റ് ആണുള്ളത്, അല്ലേ? അതുപോലെ തന്നെയാണ് റൈറ്റ്. റൈറ്റ് എന്ന് പറയുന്ന വെർബ് എഴുതുക, അതിൻ്റെ സെക്കൻഡ് ഫോം ആണ് റോട്ട്, തേർഡ് ഫോം റിട്ടൺ. മൂന്നും എന്താണ്? സ്പെല്ലിംഗ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ്? റൈറ്റ് പ്രസന്റ് ആണ്, റോട്ട് പാസ്റ്റ് ആണ്, റിട്ടൺ പെർഫെക്റ്റ് ആണ്. പക്ഷേ ചില വെർബുകളുടെ സെക്കൻഡ് ഫോം, തേർഡ് ഫോം സെയിം ആണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുകയാണ് പ്ലേ. പ്ലേ എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്താണ്? പ്ലേഡ്. തേർഡ് ഫോമോ സെയിം ആണ്, പ്ലേഡ്. അതുപോലെ തന്നെയാണ് ക്ലോസ്, അല്ലേ? ഈ ക്ലോസ് എന്ന് പറയുന്ന വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്താണ്? ക്ലോസ്ഡ്. തേർഡ് ഫോം സെയിം ആണ്. മീറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ കണ്ടുമുട്ടുക, അതിൻ്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. ഇനി ചില വെർബ്സുകളുടെ ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. അതിൻ്റെ ഉദാഹരണമാണ് കട്ട്, കട്ട്, കട്ട്. അതുപോലെ പുട്ട്, പുട്ട്, പുട്ട്. അതുപോലെ റീഡ്, ഇത് റീഡാണ്, വായിക്കുക. ഇതിൻ്റെ സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്താണ്? റെഡ് ആണ്, റെഡ്. സ്പെല്ലിങ്സ് എന്താണ്? സെയിം ആണ്. സ്പെല്ലിംഗ് സെയിം ആണ്, പക്ഷേ ഉച്ചാരണം ഡിഫറെൻ്റ് ആട്ടോ. എന്താണ്? ദി റീഡ്, ദി റെഡ് ആൻഡ് റെഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ഗോ. ഞാൻ പറയാണ് ഐ ഗോ ടു ദ മാർക്കറ്റ്. ഐ ഗോ ടു ദ മാർക്കറ്റ്. ഐ ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറയുന്ന സെൻറ്റൻസ് അത് പ്രസന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്താ കാരണം? കാരണം ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ആണ്, അല്ലേ? ഇവിടെ പ്രസന്റിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു ടൈം ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഗോ എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയി. ഇതെന്താണ്? ഐ ഗോ ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട്, അല്ലേ? രണ്ടാമതാണ് ഐ വെന്റ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ പോയി. നമുക്കറിയാം ഈ ഒരു രണ്ടാമത്തെ സെന്റൻസ് പാസ്റ്റ് ആണെന്ന് അറിയാം. എന്താ കാരണം? അതിൻ്റെ കാരണം ഗോ എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ഫോം ആണ് വെന്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പാസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ടൈം യെസ്റ്റർഡേ എന്നോ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്നോ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്താണ് ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. ഐ ഹാവ് ഗോൺ ടു ദ മാർക്കറ്റ്. ഇവിടെയും ഇവിടെയും ക്ലിയർ ആണ്. ഗോൺ എന്ന് പറയുന്നത് വെർബ് തേർഡ് ഫോം ആണ്. അതിൻ്റെ കാരണം ഫസ്റ്റ് ഫോമും സെക്കൻഡ് ഫോം, തേർഡ് ഫോം എന്താണ്? എല്ലാം ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്കറിയാം വെർബ് തേർഡ് ഫോം, അല്ലേ? വെർബ് തേർഡ് ഫോം ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല. വെർബ് തേർഡ് ഫോം ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല. വെർബ് തേർഡ് ഫോം എപ്പോഴും പ്രസന്റ് ആണെങ്കിൽ ഹാവോ ഹാസിൻ്റെ കൂടെയാണ് വരിക. പാസ്റ്റ് ആണെങ്കിലോ ഹാഡിൻ്റെ കൂടെ വരും. ഇനി ഫ്യൂച്ചർ ആണെങ്കിലോ തീർച്ചയായിട്ടും അവിടെയും ഹാവ് കാണാൻ കഴിയും, വിൽ ഹാവ്. പക്ഷേ വെർബ് സെക്കൻഡ് ഫോം അങ്ങല്ല. വെർബ് സെക്കൻഡ് ഫോം ഒറ്റയ്ക്കേ വരാറുള്ളൂ. വെർബ് സെക്കൻഡ് ഫോമിന് കൂടെ ആരും വരാൻ പാടില്ല. വെർബ് സെക്കൻഡ് എപ്പോഴും എന്താണ്? ഒറ്റക്കാണ്. ഈസ് എ മാറോ, വാസ് വേറോ, അതുപോലെ ഹാവ് ഹാസോ ഒന്നും വരാറില്ല. വെർബ് സെക്കൻഡ് ഫോം ഒറ്റക്കാണ്. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. വെന്റ് എന്താണ്? ഒറ്റക്കാണ് വരിക. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇത് ക്ലിയർ ആട്ടോ. ഇത് പ്രസന്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്, ഇത് പെർഫെക്റ്റ് ആണ്, ഒരു സംശയമില്ല. ഇനി ഞാൻ പറയാണ് കേട്ടോ, ഇവിടെ ഹാവ് കാണാൻ കഴിയും, അതുകൊണ്ട് തന്നെ എന്താണ്? പെർഫെക്റ്റ് ആണ്. ഇനി ഐ പ്ലേ ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. നമുക്കറിയാം ഈ ഒരു സെന്റൻസ് എന്താണ്? പ്രസന്റ് ആണ്. അതിന് കാരണം പ്ലേ ഫസ്റ്റ് ഫോം അല്ല, പ്രസന്റ് ആണ്. രണ്ടാമതാണ് ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഇവിടെ പ്ലേഡ് കണ്ടോ? സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ്. ഇനി എങ്ങനെ നോക്കാം? ഐ പ്ലേഡ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് പാസ്റ്റ് ആണ്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് എന്താ കാരണം? കാരണം വെർബ് സെക്കൻഡ് ഫോം എന്താണ്? ഒറ്റയ്ക്ക് വരാറുള്ളൂ. വെർബ് സെക്കൻഡ് ഫോം ഒറ്റയ്ക്ക് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു വെർബ് ഉണ്ടല്ലോ, അതെന്താണ്? ആ സെക്കൻഡ് ഫോം ആണ്, സംശയമില്ല. ഇനി ഇവിടെ പ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു
വേർഡ് ഉണ്ടല്ലോ, ഇത് സെക്കൻഡ് ഫോം അല്ല, ഇത് വെറും തേർഡ് ഫോം ആണ്. അങ്ങനെ അറിയാം? അതിന്റെ കാരണം വെർബ് തേർഡ് ഫോം ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല. കണ്ടോ, ഇതിന്റെ കൂടെ ആര് വന്നു? ഹാവ് വന്നു, ബോഡി ഗാർഡ് വന്നു. ബോഡി ഗാർഡ് പ്രസന്റിൽ വെർബ് തേർഡ് ഫോമിന്റെ കൂടെ എന്ത് വരും? ഹാവോ ഹാസോ വരും ആണല്ലോ. അപ്പൊ ഇവിടെ ഹാവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കൺഫേം ആണ്. ഇവിടെ പ്ലേഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് വെർബ് സെക്കൻഡ് ഫോം അല്ല, വെർബ് തേർഡ് ഫോം ആണ്. അതും ക്ലിയർ ആണ് ആണല്ലോ. വെരി ഗുഡ്. അടുത്താണ് ഐ കട്ട് ദ ട്രീസ് എവ്രി ഡേ. ഐ കട്ട് ദ ട്രീസ് എവ്രി ഡേ. ഞാൻ എന്നും മരങ്ങൾ മുറിക്കാറുണ്ടെന്നായി. ഐ കട്ട് ദ ട്രീസ് എവ്രി ഡേ. നമുക്കറിയാം ഇവിടെ കട്ട് എന്ന് പറയുന്നത് വെർബ് ഫസ്റ്റ് ഫോം ആണ്, വെർബാണ്, ഫസ്റ്റ് ഫോം ആണ്. എങ്ങനെ അറിയാം? അതിന്റെ കാരണം നമ്മൾ എവ്രി ഡേ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു അല്ലേ. ഇനി ഞാൻ പറയുന്നു ഐ കട്ട് ദ ട്രീസ് യെസ്റ്റർഡേ. ഐ കട്ട് ദ ട്രീസ് യെസ്റ്റർഡേ. ഇവിടെ നമുക്കറിയാം ഇത് പ്രസന്റ് ആണ്, സംശയമില്ല. കാരണം ഇവിടെ എവ്രി ഡേ ഉപയോഗിച്ചു. പ്രസന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എക്സ്ട്രാ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം എന്താണ് ഈ CUT കട്ട് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഫോം ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ യെസ്റ്റർഡേ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ചു. വെച്ചാൽ പാസ്റ്റിനെ കാണിക്കുന്ന സിമ്പിൾ പാസ്റ്റ് സെക്കൻഡ് ഫോമിൽ ഉപയോഗിക്കുന്ന എന്താണ്, സെക്കൻഡ് ഫോമിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടൈമിങ്ങിനെ കാണിച്ചുകൊണ്ട് നമുക്കറിയാം എന്താണ് ഈ ഇവിടെ കട്ട് എന്ന് പറയുന്ന ഈ ഒരു വെർബ് സെക്കൻഡ് ഫോം ആണ്. എന്താണ്? സെക്കൻഡ് ഫോം ആണ്. ഐ കട്ട് ദ ട്രീസ് യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ മരങ്ങൾ മുറിച്ചു എന്നായി. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ വെർബ് സെക്കൻഡ് ഫോമും ഒന്നാമത്തെ വെർബ് ഫസ്റ്റ് ഫോമും ആണ്. കാരണം ടൈമിനെ കാണിച്ചു, പ്രസന്റ് ടൈം കാണിച്ചു, അതുപോലെ ഇവിടെ എന്താണ് പാസ്റ്റ് ടൈം. ഇനി മൂന്നാമത്തെ ഒരു സംശയം വേണ്ട, കാരണം വെർബ് തേർഡ് ഫോം ഒറ്റയ്ക്ക് വരാറില്ല. പ്രസന്റ് ആണെങ്കിൽ ഹാവേസിന്റെ കൂടെ. ഇവിടെ നമുക്ക് കാണാലോ ഹാവ് വന്നു. ഹാവ് വന്നുകൊണ്ട് നമുക്കറിയാം ഇവിടെ CUT കട്ട് എന്ന് പറയുന്നത് വെർബ് തേർഡ് ഫോം ആണ്. അതും ഓക്കെയാണ്. ഇവിടെ നല്ല പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഞാൻ പറയാണ് ഷീ മീറ്റ്സ് മീ. നമുക്കറിയാം മീറ്റ് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും സെയിം ആണ് അല്ലേ. എന്താണ്? മെറ്റ് എന്ന് പറയുന്നത്. ഇനി ഷീ മീറ്റ്സ് മീ. അവൾ എന്നെ കാണാറുണ്ട് എന്നായി. അവൾ എന്നെ കണ്ടുമുട്ടാറുണ്ട്, അവൾ എന്നെ കാണാറുണ്ട്. നമുക്കറിയാം ഇവിടെ മീറ്റ്സ് എന്താണ്? പ്രസന്റ് ആണ്, കാരണം SES ഫോം വന്നിട്ടുണ്ടല്ലോ. രണ്ടാമതാണ് ഷീ മെറ്റ് മീ. ഷീ മെറ്റ് മീ. നമുക്കറിയാം ഇവിടെ മെറ്റ് എന്ന് പറയുന്നത് വെർബ് സെക്കൻഡ് ഫോം ആണ്, അല്ല തേർഡ് ഫോം അല്ല. വെർബ് സെക്കൻഡ് ഫോം ആണ്, തേർഡ് ഫോം അല്ല. എന്താ കാരണം? തേർഡ് ഫോം ഒറ്റയ്ക്ക് വരാറില്ല. ഇവിടെ ഒറ്റയ്ക്ക് വന്നല്ലോ. മെറ്റ് എന്ന് പറയുന്ന വെർബിന്റെ മുന്നേ ഒന്നുമില്ല. എന്താണ്? ഒറ്റയ്ക്ക് വന്നുകൊണ്ട് സെക്കൻഡ് ഫോം ആണ്. ഇത് പാസ്റ്റ് ആണ്, സെക്കൻഡ് ഫോം. അടുത്താണ് ഷീ ഹാസ് മെറ്റ് മീ. അവൾ എന്നെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇവിടെ മെറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഫോം അല്ല, സെക്കൻഡ് ഫോം അല്ല. എന്താണ്? തേർഡ് ഫോം ആണ്. അതിന്റെ കാരണം ഇവിടെ നമുക്ക് ഹാസ് കാണാൻ കഴിയും. കാരണം വെറും തേർഡ് ഫോം ഒറ്റയ്ക്ക് വരാറില്ല. ഹാവോ ഹാസോ വന്നിരിക്കും പ്രസന്റിൽ. അടുത്താണ് ഹീ റീഡ്സ് ന്യൂസ് പേപ്പർ. അവൻ പത്രം വായിക്കാറുണ്ട്. ഇത് തീർച്ചയായിട്ടും പ്രസന്റ് ആണ്. എന്താ കാരണം അറിയോ? അതിന്റെ കാരണം നമുക്കറിയാം വെർബ് ഫസ്റ്റ് ഫോമിന്റെ കൂടെ SES ചേർത്തു അല്ലെ. പ്രസന്റിലാണ് നമ്മൾ വെർബിന്റെ കൂടെ SES ചേർക്കുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ചേർത്തത്? അതിന്റെ കാരണം ഹീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അവൻ ഒരു വ്യക്തി, അവനല്ലേ. ഹീ റീഡ്സ്. അപ്പൊ SES നമ്മൾ ചേർക്കാറുള്ളത് ഇതിന്റെ കൂടെയാണ്, വെർബ് ഫസ്റ്റ് ഫോമിന്റെ കൂടെയാണ് SES നമ്മൾ ചേർക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ സെന്റൻസിൽ റീഡ്സ് എന്താണ്? വെർബ് ഫസ്റ്റ് ഫോം ആണ്, സംശയമില്ല. രണ്ടാമത്തിൽ എന്താണ്? പാസ്റ്റ് ആണ്, വെർബ് സെക്കൻഡ് ഫോം ആണ്. എന്താ കാരണം? അതിന്റെ കാരണം ഹീ റെഡ് ദ ന്യൂസ് പേപ്പർ. ഇത് ഫസ്റ്റ് ഫോം ആയിരുന്നെങ്കിൽ ഇവിടെ SES ഫോം വന്നേനെ. കാരണം ഹീ എന്താണ്? ഹീ സിംഗുലർ ആണ്. സിംഗുലർ ആയതുകൊണ്ട് വെർബ് ഫസ്റ്റ് ഫോമിന്റെ കൂടെ നിർബന്ധമായിട്ടും അവിടെ SES വന്നിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായി? ഹീ റെഡ് ആണ്. ഹീ റെഡ്. അവൻ വായിച്ചു. എന്ത് വായിച്ചു? ദ ന്യൂസ് പേപ്പർ. ഇത് പാസ്റ്റ് ആണ്, സംശയമില്ല. മൂന്നാമതാണ് ഇതെന്താണ്? ഇത് തേർഡ് ഫോം ആണ്. ഇത് വെർബ് തേർഡ് ഫോം ആണ്, ഒരു സംശയം വേണ്ട. കാരണം എന്ത് വന്നു? ഹാസ് വന്നു. വെർബ് തേർഡ് ഫോം ഒരിക്കലും ഒറ്റയ്ക്ക് വരാറില്ല. അതിൻ്റെ കൂടെ പ്രസന്റ് ആണെങ്കിൽ ഹാസ് ആയി വരും, പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് വരും. അതും കുഴപ്പമില്ല. ഇനി നമ്മുടെ ക്ലൈമാക്സ് ഇവിടെയാണ് കാണേണ്ടത് കേട്ടോ. ഓക്കെ, ഞാൻ പറയാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. വി റീഡ് ദ ന്യൂസ് പേപ്പർ. ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് SES വന്നു, കുഴപ്പമില്ല, നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു പ്രസന്റ് ആണെന്നുള്ളത് അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ വി എന്ന് പറയുന്നത് പ്ലൂറൽ ഫോം ആണ്. പ്ലൂറൽ ഫോമിന്റെ കൂടെ നമുക്ക് SES ചേർക്കാൻ കഴിയില്ല. അപ്പൊ വി റീഡ് ദ ന്യൂസ് പേപ്പർ. ഇത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ? കാരണം വി റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ എന്ന് പറയുകയാണെങ്കിലോ ടൈം ഉണ്ട് വിചാരിക്കുക. വി റീഡ് ദ ന്യൂസ് പേപ്പർ എവറി ഡേ. അപ്പോൾ കുഴപ്പമില്ല, നമുക്കറിയാൻ കഴിഞ്ഞു ഞങ്ങൾ എന്നും പത്രം വായിക്കാറുണ്ട്. ഇനി ഇങ്ങനെയാണെങ്കിലോ യെസ്റ്റർഡേ ആണെങ്കിലോ
എവരിയുടെ ഒഴിവാക്കി യെസ്റ്റർഡേ ആണെങ്കിലോ, യെസ്റ്റർഡേ ആണെങ്കിൽ നമുക്കറിയാം പാസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് റീഡ് അല്ല റെഡ് ആണ് വരിക അല്ലേ. വി റെഡ് ദ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. പക്ഷെ ഇവിടെ ടൈമിനെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുക? ഇനി ആര് വന്നാലും ലെൻസ് ഉപയോഗിച്ച് നോക്കിയാലും തിരിച്ചറിയാൻ കഴിയില്ല ഇത് പ്രസന്റ് ആണോ അതോ പാസ്റ്റ് ആണോ എന്ന്. ഇനി ഇവിടെ സിമ്പിളൊരു മെത്തേഡ് ഉണ്ട്. അതാണെന്നറിയോ, ഞാൻ ചോദിക്കട്ടെ, പ്രസന്റ് ആണോ അത് പാസ്റ്റ് ആണോ ആദ്യം വന്നത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പാസ്റ്റ് ആണ് ആദ്യം വന്നത്, അതിനുശേഷമാണ് പ്രസന്റ്. അല്ല, അങ്ങനല്ല. ആദ്യം പ്രസന്റ് ആണ് എന്നുള്ളത്. കാരണം പ്രസന്റ് ആണ് ബേസിക്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രാജ്യത്തിന് എന്നാണ് ഫ്രീഡം കിട്ടിയത്? 1947 അല്ലേ. 1947 ഫ്രീഡം കിട്ടിയത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ 1947 എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. പക്ഷെ അന്ന് പാസ്റ്റ് ആയിരുന്നോ? അന്ന് പാസ്റ്റ് അല്ലായിരുന്നു, അന്ന് പ്രസന്റ് ആയിരുന്നു. അപ്പോൾ പ്രസന്റ് ആണ് ആദ്യം വന്നത്. ഇപ്പോൾ ഞാൻ പറയാണ്, നിങ്ങളുടെ ബർത്ത് ഓഫ് ഡേറ്റ് ആണ് 1980 വിചാരിക്കാം, 1980. ഇപ്പോൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? പാസ്റ്റ് ആണ് അല്ലേ. 1980 പാസ്റ്റ് ആണ് തീർച്ചയായിട്ടും. പക്ഷെ അന്ന് 1980 അന്ന് അത് പാസ്റ്റ് അല്ലായിരുന്നു, അത് പ്രസന്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം പ്രസന്റ് ആണ്, പ്രസന്റ് ആവും പാസ്റ്റ് ആവും. പ്രസന്റ് ആണ് ബേസ് എന്ന് പറയുന്നത്. ക്ലിയർ? നമുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ പ്രസന്റ് ആയിട്ട് തന്നെ കാണണം. വെർബ് ഫസ്റ്റ് ഫോം ആയിട്ട് കാണേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെന്റൻസ് എന്താണ്? ഇത് വെർബ് ഫസ്റ്റ് ഫോം ആണ്. ഇനി ടൈം ചേർക്കുകയാണെങ്കിലോ യെസ്റ്റർഡേ, അപ്പോൾ സംശയമില്ല, സെക്കൻഡ് ഫോം ആണ്. റെഡ്, വി റെഡ് ദ ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ. ക്ലിയർ? ഇനി ഇവിടെ സംശയം വേണ്ട. എന്താ കാരണം? നമുക്കറിയാം വെർബ് തേർഡ് ഫോം ഒറ്റയ്ക്ക് വരാറില്ല, ഹാവ് കൂടെ വന്നു. അതുകൊണ്ട് ഇത് വെർബ് തേർഡ് ഫോം ആണ്. ഇത് വെർബ് ഫസ്റ്റ് ഫോം. ഇനി അതുപോലെ തന്നെയാണ് ഇവിടെ ദേ പുട്സ് ദ ബുക്സ് ഓൺ ദ ടേബിൾ. അവർ ബുക്സ് വെക്കാറുള്ളത് എവിടെയാണ്? ടേബിൾ മേലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ ദേ ഹാവ് പുട്ട്. ഇവിടെ സംശയമില്ല, ഇവിടെ പുട്ട് എന്ന് പറയുന്നതാണ് വെർബ് തേർഡ് ഫോം ആണ്. അതിന് കാരണം ഹാവ് വന്നു അല്ലേ. ഇവിടെ സംശയമില്ല. ഇവിടെയാണ് പ്രശ്നം വരിക. ഇവിടെ ദേ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം അല്ലേ. പ്ലൂറൽ ഫോമിന്റെ കൂടെ പുട്ടിനാണ് വരിക അല്ലേ. ദേ പുട്സ്, ദേ പുട്സ്. അതുപോലെ പാസ്റ്റിനെ കാണിക്കുന്ന ടൈം തരാത്തത് കൊണ്ട്, യെസ്റ്റർഡേ, ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, ഇങ്ങനെയുള്ള സമയം തരാത്തത് കൊണ്ട് നമുക്കിത് പാസ്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രസന്റിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം പ്രസന്റ് ആണ് ആദ്യം വന്നിട്ടുള്ളത്.